ചെറുവേഷങ്ങളിൽ മികവ് കാട്ടിയ അഭിനേത്രിയെ തേടി മികച്ച കഥാപാത്രങ്ങൾ പിന്നാലെ വന്നു. സാമൂഹിക നാടകങ്ങളിൽ മാത്രമല്ല, പുരാണ ചരിത്ര നാടകങ്ങളിലെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും രാധാമണി തന്റെ ശബ്ദം കൊണ്ട് ഭാവതീവ്രമാക്കി. ഹ്രസ്വകാലം കൊണ്ട് റേഡിയോ ശ്രോതാക്കൾക്ക് രാധാമണിയുടെ ശബ്ദം വളരെ പരിചിതമായി മാറിക്കഴിഞ്ഞിരുന്നു. നാടകവാരം വന്നപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എഴുതി ചോദിച്ചു, എന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ ഒരു നാടകത്തിന്, അവരവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന്. ജരാസന്ധൻ്റെ പുത്രി എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അപ്പോൾ പറഞ്ഞു, ഓ അയക്കാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് പിന്നെ നമുക്ക് എസ്കോർട്ടിനൊക്കെ പൈസ അവർ തന്നെ തരും. തൃശ്ശൂർ പോയി നാടകം അഭിനയിക്കുകയാണ്. നാടകം അഭിനയിച്ചത് നാടകവാരത്തിലുള്ള ഒരു നാടകം അഭിനയിച്ചിട്ട് വന്നപ്പോൾ എന്താണ് സംഭവം, ഇവിടെ ചിലപ്പതികാരം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എസ് രമേശൻ നായരാണ് അത് എഴുതിയത്. രമേശൻ നായർ പറഞ്ഞു, അതിൽ കണ്ണകിയുടെ റോള് രാധാമണി ചേച്ചി തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പം അയ്യോ അത് പറ്റില്ല, ഒരു നാടകവാരത്തിൽ കുറച്ച് നാടകം അഭിനയിക്കുന്ന 2 നാടകത്തിൽ ഹീറോയിനായിട്ട് ഒരേ ആളിനെ വയ്ക്കാൻ ഒക്കില്ല. അവർ ചോദിക്കും, നാട്ടിൽ വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് അതിന് വലിയ തർക്കവും വഴക്കും ഒക്കെ ആയി. അപ്പോൾ രമേശൻ നായർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ നാടകം മാറ്റി വെച്ചിട്ട് അടുത്ത നാടകവാരത്തിന് കൊടുക്കാം, അത് രാധാമണി ചേച്ചി ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ സ്ക്രിപ്റ്റ് തരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതെന്താ കാര്യം, ഡേറ്റൊക്കെ അടുത്തുപോയി, മറ്റേതിൻ്റെയൊക്കെ റെക്കോർഡിങ് ആയിപ്പോയി. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നോക്കാം. എന്നിട്ട് ഡയറക്ടർ ഒരു ബ്രാഹ്മിനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഫൈനൽ റിഹേഴ്സൽ എടുക്കുന്നത് ചാനലിൽ എനിക്ക് ഇട്ട് തരണം, എൻ്റെ സ്പീക്കറിൽ ഇട്ട് തരണം, അത് കേട്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും നാടകം അഭിനയിക്കുന്നത് പോലെ തന്നെ അഭിനയിച്ചു. ഡയറക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരെതിരും പറയാതെ വേഗം വന്ന് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പറഞ്ഞു, ഇതേ മതി, പക്ഷേ ഒരു ഡയറക്ഷൻ ഞാൻ പറഞ്ഞിട്ട് പോകാം, അതുപോലെ ചെയ്യണം. ചോഴ രാജാവെന്ന് നമ്മളെല്ലാം അങ്ങനെയാണ് പറയുന്നത് മലയാളികൾ. അപ്പം ചോഴ രാജാവെന്ന് പറയണം, അത്രയേ ഉള്ളൂ ഒരു തിരുത്ത് പറയാനായിട്ടെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, ചോഴ രാജാവെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണകി അഭിനയിച്ചു. എനിക്ക് ഇത്രയും കാലം അവിടെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകവും അതാണ് കണ്ണകി. നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവിടെ കത്തുകൾ വരുന്നതനുസരിച്ചാണല്ലോ. പിന്നെ കുന്തി, ഗാന്ധാരി, ഉമയമ്മ റാണി, ഝാൻസി റാണി, അങ്ങനെ കുറേ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നാടകവാരം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പെൻഷനാകുന്നത് വരെ എല്ലാ നാടകവാരത്തിലും ഒരു നാടകം എൻ്റേതായിട്ടുണ്ടാവും. റേഡിയോ ശ്രോതാക്കൾക്ക് എന്നും പ്രിയമുള്ള ശബ്ദവും പ്രിയമുള്ള അഭിനേത്രിയുമായിരുന്നു രാധാമണി. തന്റെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കാൻ കഠിന പരിശ്രമം നടത്താറുണ്ടായിരുന്നു ഇവർ. ശോകവും കോപവുമൊക്കെ എളുപ്പം വഴങ്ങാറുണ്ടായിരുന്നുവെങ്കിലും ചിരിയുടെ വ്യത്യസ്ത തലങ്ങൾ അവതരിപ്പിക്കാൻ രാധാമണിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കരഞ്ഞാലും ചിരിച്ചാലും എൻ്റെ ശബ്ദം തിരിച്ചറിയും. ഇത്രയും വർഷത്തെ പഴക്കം കൊണ്ടാകാം. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അഭിനയിച്ചിട്ട് പിന്നെ കരയാൻ പറ്റില്ല. അപ്പം അയ്യോ രാധ, ഞാൻ കരയൂല, നീ കരഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്തോ ചെയ്യാൻ, രാധ ഒന്ന് പകരം കരയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ കരയാം. അപ്പം ഞാൻ ഡയലോഗ് അതുപോലെ പറഞ്ഞിട്ട് തരാം, കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ ഇവർ കരയുന്ന രീതിയിൽ തന്നെ ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഞാൻ അടുത്ത് നിൽക്കുകയല്ലേ, തുടർന്ന് ഞാനങ്ങ് കരഞ്ഞു, തേങ്ങൽ ഒക്കെ കരഞ്ഞു. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ എഴുത്തുകൾ ആ കരച്ചിൽ, രാധാമണി ചേച്ചിയുടെ കരച്ചിലല്ലേ, ഒരു രീതി ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? ഞാൻ കരയുന്നതിന് എൻ്റേതായ ഒരു രീതി ഉണ്ടായിരിക്കും. ചിരിച്ചാലും പറയും, ഒരു നമ്മളിപ്പോൾ ചെറുതായിട്ടുള്ള ചിരി, പുഞ്ചിരി എന്ന് പറയാൻ ഒക്കില്ല, ഞങ്ങൾക്ക് എല്ലാം ശബ്ദമല്ലേ, കൊച്ചു കൊച്ചു ചിരികൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി വരും. അപ്പോൾ അവർക്ക് ചിരിക്കാൻ ഒക്കില്ല, അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ചിരിക്കും, ഞാൻ ചിരിക്കും. അതിനും ഇതേപോലെ എഴുത്ത് വരും, ഇനി വേണ്ട, കരച്ചിലും വേണ്ട, ചിരിയും വേണ്ട, ഞങ്ങൾ ചെയ്യും പോലെ ചെയ്താൽ മതി എന്ന് പറയുമായിരുന്നു. ചിരി എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. കാരണം ഈ പൊട്ടിച്ചിരി ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് നാടകം, ഈ യുവവാണി
നടത്തുമ്പോൾ ഒരു പെൺകുട്ടി കിണറ്റിനകത്തോട്ട് വീഴുകയാണ്. ഒരാൾ പിടിച്ച് തള്ളുന്നു. അതിന് നിലവിളിക്കണം, ഗംഭീരമായിട്ട് ഒന്ന് വിളിക്കണം. ആ കുട്ടി പറഞ്ഞു, അയ്യോ എങ്ങനെ വിളിക്കുക, അതും സ്റ്റേഷനകത്തിരുന്നിങ്ങനെ വിഷമിക്കുക. അപ്പോൾ യുവവാണി നടത്തുന്ന ഒരാൾ എൻ്റെ കമ്പനി അതാണ് ചേച്ചി ഒരു വിളി വിളിച്ചു കൊടുക്കൂലേ. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് വിളിയൊന്നും എനിക്കൊക്കില്ല. അപ്പോൾ പറഞ്ഞു വിളിക്ക് ഇംഗ്ലീഷ് മലയാളം ഒന്നുമില്ല, ഒറ്റ വിളി അങ്ങോട്ട് വിളിച്ചാൽ മതി, അയ്യോ എന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് നാടകത്തിലൊരു പൊട്ടിച്ചിരി, എന്ന് ചിരിക്കുന്ന ചിരി വന്നാൽ ഞാൻ ചിരിക്കൂല, എനിക്ക് ഒക്കില്ല. എന്നുവെച്ചാൽ ഞാൻ നായിപ്പോവും. എനിക്ക് പേടിയുണ്ട്. ഛേ എങ്ങനെ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് ചിരിക്കുന്നതെന്നൊക്കെ വലിയൊരു നാണക്കേടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ റോള് വെച്ചേക്കും. അങ്ങനെ അറ്റത്ത് വരുമ്പോഴത്തേക്ക് ഓടി ദേവകി അമ്മ എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട്, അവർ സ്റ്റേജിലൊക്കെ ചെയ്ത് നല്ല പ്രാക്ടീസുള്ള സ്ത്രീയല്ലേ. ഞാൻ പറഞ്ഞു ദേവിയൊക്കെ ഓടി വരൂല്ലേ, എനിക്ക് ഒത്തിരി നിലവിളിക്കണം, അല്ല പൊട്ടിച്ചിരിക്കണം എന്ന് പറയും. രാധ ചിരിക്കൂ. ഞാൻ എന്നെ കൊണ്ടൊക്കൂല, ഇവരെ കൊണ്ടുവരും. ഞാൻ ഈ പറഞ്ഞതുപോലെ പൊട്ടിച്ചിരിക്കേണ്ട രീതിയിൽ ഡയലോഗ് പറഞ്ഞങ്ങ് ഇട്ട് കൊടുക്കും, ഇവരവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ട്. 10-60 പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. കണ്ടും കേട്ടും അനുഭവിച്ചും അഭിനയത്തിന്റെ രസതന്ത്രം ആഴത്തിലറിഞ്ഞിട്ടും സിനിമയെന്ന ദൃശ്യമാധ്യമത്തിന്റെ ഭാഗമാകാൻ ഇവർ ശ്രമിച്ചിരുന്നില്ല. ചലച്ചിത്ര ലോകത്തെ പക്ഷേ ഒരളവോളം ശബ്ദം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ കലാകാരി. സിനിമയിലെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് രാധാമണി. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ സ്നേഹനിർബന്ധത്തിനു വഴങ്ങി ഈ അടുത്ത കാലത്ത് വെള്ളിത്തിരയിലുമെത്തി ഈ അമ്മ. സിനിമയിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ മുഖം ഇത്തിരി വലുതാണ്. ഞാൻ തമാശക്കെങ്കിലും പറയും എൻ്റെ മുഖത്തിന് തന്നെ ഒരു സ്ക്രീൻ വേണം, അതുകൊണ്ട് ഞാൻ സിനിമയിൽ വരില്ല എന്ന് പറയുമായിരുന്നു. എന്തോ സിനിമയിലിങ്ങനെ മുഖം കാണിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് എനിക്ക് പെൻഷനെല്ലാം പറ്റിയതിന് ശേഷം ഈ സത്യൻ അന്തിക്കാട് നിർബന്ധിച്ച് എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി. എൻ്റെ മിസ്റ്റർ ഉണ്ടായിരുന്നു, ഒന്ന് പൊക്കോളാൻ പറഞ്ഞു. പോയി. തൊടുപുഴ വെച്ചായിരുന്നു ഷൂട്ടിങ്ങൊക്കെ. തലേ ദിവസം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രിയോ നാളെ ഷൂട്ടിംഗ് ഉണ്ട്, എനിക്കിത് തന്നെയായിരുന്നു വെപ്രാളം. അപ്പം നമ്മുടെ ഭരത് ഗോപി ഉണ്ടല്ലോ, ഗോപി അവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഗോപി സിനിമ അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ചേച്ചി ഒരുമാതിരി തമാശ കാണിക്കരുത്, ചേച്ചിയാണ് ഞങ്ങളുടെ ഗുരു, എന്നിട്ട് ചേച്ചി വിഷമിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അതിലൊരു ശകലം വട്ട് റോളാണ്. ആ വട്ടാണെന്ന് തോന്നില്ല, എന്നാലും അവർക്ക് വട്ടുണ്ട്. അങ്ങനെ ഒരു റോളായിരുന്നു അത്. രസതന്ത്രം അതിലഭിനയിച്ച് കഴിഞ്ഞപ്പോൾ സത്യൻ തന്നെ അനൗൺസ് ചെയ്തിരുന്നു, ഇതിലെ സ്റ്റാഫ്, ഇതിലഭിനയിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് അടുത്ത ഒരു സിനിമ എടുക്കുന്നു, ഇന്നത്തെ ചിന്താവിഷയം, അതിലഭിനയിക്കണം, ചേച്ചി വരണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ല, എന്നാലും വരാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോന്നു. കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിച്ചു, ഭരത് ഗോപി പോയി, പിന്നെ ഒരാളും കൂടെ. അപ്പം പറഞ്ഞു ഈ അതിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം സ്വാഭാവികമായും 2 പേര് പോയി. ഇനി നമ്മൾ വേറൊരു കാരണം പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനും പോയി. അതിനൊരു വളരെ ചെറിയ റോളായിരുന്നു, ഇന്നസെൻറ്റിൻ്റെ അമ്മയായിട്ട്. അതും അഭിനയിച്ചു. അങ്ങനെ 2 സിനിമ ചാടിക്കയറി അഭിനയിച്ചു.